ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഓൺലൈൻ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം 6ാം ക്ലാസ്സിലെ 6th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിനെ പറ്റിയിട്ടാണ്. 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിനെ പറ്റിയിട്ടാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച ബേസിക് ആയിട്ട് പഠിച്ച ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് 6ാം ക്ലാസ്സിൽ ആവശ്യമുണ്ട്. അത് വീണ്ടും 7ാം ക്ലാസ്സിൽ ആവശ്യമുണ്ട്. അപ്പൊ 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ ലെസണിൽ പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല, വീഡിയോ വളരെ ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിട്ട് മാറിപ്പോകും. അതിന് ആദ്യത്തെ ഒരു നമ്മുടെ സർക്കിൾ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കുട്ടികളെ ചെയ്യിപ്പിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഈക്വൽ ഫ്രാക്ഷൻ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്. അത് പലരും പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. 3ാമത്തേത് ലീസ്റ്റ് ഫോം ആണ്. ലീസ്റ്റ് ഫോം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ യൂണിറ്റ് കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഒരു കാര്യം ഞാൻ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ കാര്യം, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സീരിയസ് ഇല്ലാത്ത ഒരു അപ്രോച്ച്, എന്തെങ്കിലും കുറച്ച് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ചത് കൊണ്ട് 6ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് എളുപ്പമായിട്ട് മാറി. 6ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ടഫാണ്. ഇൻ ദ കേസ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പാസ്സാവുള്ളൂ. പിന്നെ എക്സാം കഴിയുമ്പോൾ മാർക്ക് പറയുമ്പോൾ എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ലേനു, ഇന്ന് മനസ്സിലായിട്ടില്ലേനു, ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഇടയ്ക്ക് ഇമാതിരി എന്താ പറയാ, എല്ലാ മാത്സ് ടീച്ചറോടും പറയുന്ന ഡയലോഗുകൾ എൻ്റെ അടുക്ക പറയരുത്. ഇതൊന്നും എൻ്റെ അടുക്ക വാലിഡ് ആവില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക, അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അല്ലാണ്ട് എക്സാമിന്റെ മാർക്ക് വരും കഴിഞ്ഞതിന് ശേഷം മാത്രം, എക്സാമിന്റെ മാർക്ക് കിട്ടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ചില മനസ്സിലാകാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്നും എൻ്റെ അടുക്ക നടക്കില്ല. അതൊക്കെ ഞാൻ ആദ്യം പറയാം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയെങ്കിൽ മാത്രമേ 6ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൽ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ തട്ടുകൂട്ട് പരിപാടികൾ ഉപയോഗിച്ചുകൊണ്ട് 6ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത് ആദ്യം റിയലൈസ് ചെയ്യുക. അതിനനുസൃതമായിട്ട് പഠനം മുന്നോട്ട് പോവുക. അതിനനുസൃതമായിട്ട് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള സമയം കൊടുക്കുക. മനസ്സിൽ ആത്മവിശ്വാസത്തിൽ മാത്തമാറ്റിക്സിനോട് ഇഷ്ടത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് ഭയങ്കര എളുപ്പമാണ്. എന്ത് ഭംഗി പഠിക്കാൻ പറ്റും. നല്ല ചോദ്യങ്ങൾ വരും. ഇപ്പൊ വോളി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഒരു ഇക്വേഷനെ പഠിക്കാനുള്ള ഫുൾ മാർക്കാണ്, 5 മാർക്കിംഗ് പോരും. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ വരക്കേണ്ട ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സ് എളുപ്പമായിരിക്കും. അല്ലാണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ച പോലെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇമാതിരി പരിപാടി ഒന്നും 6ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സിൽ കേസിൽ നടക്കില്ല. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. 6ാം ക്ലാസ്സിന്റെ മാത്തമാറ്റിക്സ് ആണ് ബേസ് ഉണ്ടാക്കി വെക്കുന്നത്. 7നേക്കാളും പഠിക്കാനുള്ളത് 6ലാണ്. നമ്മൾ പറയാറില്ലേ, 9നെയും 10നെയും വെച്ച് നോക്കുമ്പോൾ 10നേക്കാൾ പഠിക്കാനുള്ളത് 9ലാണ് എന്ന് പറയത്തക്ക രീതിയിലുള്ള മാത്തമാറ്റിക്സ് ആണ് 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ്. ഇതിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് വലിയ എന്താ പറയാ എളുപ്പമാക്കുന്ന പരിപാടികളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് റിയലൈസ് ചെയ്തുകൊണ്ട് മാനസികമായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ടൈം ടേബിൾ ഇട്ട് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനനുസരിച്ച് ടൈം ടേബിൾ ഇട്ട് പഠിക്കുക. അപ്പൊ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാത്സ് എളുപ്പമായിട്ട് മാറുള്ളൂ. അതിൽ 1ാമത്തെ വിഷയത്തിലേക്ക് വരാം. സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ സർക്കിളില് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സർക്കിളിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. നിങ്ങൾക്കറിയാം, ഒരു സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ്. 360 ഡിഗ്രി ആണ്, 360 ഡിഗ്രി ആണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഒരു പ്രൊട്രാക്ടർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. അതിൽ ടോട്ടൽ 180 ഡിഗ്രിയാണ്. അടുത്ത പ്രൊട്രാക്ടർ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. അപ്പൊ 180 പ്ലസ് 180 ചെയ്ത് കഴിഞ്ഞാൽ 360 ആണ് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതില് സർക്കിൾ ഡിവൈഡ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴും ചോദിക്കുക. അതായത് ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനനുസരിച്ചുള്ള സർക്കിൾ വരക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. ഇത് പാഠഭാഗത്തുണ്ട്. ഉദാഹരണം 2/5. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ വരക്കുന്ന സർക്കിളിനെ 5 ഭാഗങ്ങളാക്കണം. അതിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്യണം എന്നല്ലേ അർത്ഥം.
അതായത് 2/5 ഫ്രാക്ഷന്റെ അർത്ഥം എന്താണ്? സർക്കിളിനെ 5 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റണം. അതിൽ 2 ഭാഗങ്ങൾ കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്യണം. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിലോ 3/12 ഇതിന്റെ അർത്ഥം എന്താണ്? സർക്കിളിനെ 12 ഭാഗങ്ങളാക്കി മാറ്റണം. എന്നിട്ടോ 3 ഭാഗം ഷെയ്ഡ് ചെയ്യണം. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അങ്ങ് പഠിച്ചു കഴിഞ്ഞാല് കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് മാറും. അതിന് പഠിക്കാൻ മാത്രമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ ചെയ്യാനുള്ളത് എത്ര ഭാഗങ്ങളാക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ നമ്പറിനെ 360 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 5 ഭാഗങ്ങളാക്കാൻ പറഞ്ഞതെങ്കിൽ 5 ഭാഗങ്ങളാണ് ആക്കാൻ പറഞ്ഞതെങ്കിൽ 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6 ഭാഗങ്ങളാണ് ആക്കാൻ പറഞ്ഞതെങ്കിൽ 360 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12 ഭാഗങ്ങളാണ് ആക്കാൻ പറഞ്ഞതെങ്കിൽ 360 12 ഭാഗങ്ങളാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സർക്കിളിനെ ഭാഗങ്ങളാക്കുമ്പോൾ ഒരു ഭാഗത്തിന്റെ അളവ് എത്രയാണ്, എത്ര ഡിഗ്രി എടുത്താലാണ് 5 ഭാഗമാക്കാൻ പറ്റുക, എത്ര ഡിഗ്രി എടുത്താലാണ് 6 ഭാഗങ്ങളാക്കാൻ പറ്റുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോഴാണ് മാത്സ് എന്ത് ചെയ്യുക, കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറുക. നമുക്ക് ചെയ്തു നോക്കാം. ഉദാഹരണത്തിന് ഒരു ഫ്രാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് 2/5 ആണ് എന്ന് വിചാരിക്കുക, 2/5 ആണ് എന്ന് വിചാരിക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കിളിനെ 5 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റണം. അതിൽ 2 ഭാഗം ഷെയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ആദ്യ സർക്കിളിൽ 5 ഭാഗങ്ങളാക്കണ്ടേ? 5 ഭാഗങ്ങളാക്കാൻ എത്ര ഡിഗ്രി എടുക്കണം? 5 ഭാഗങ്ങളാക്കാൻ എത്ര ഡിഗ്രി എടുക്കണം? ഇത് മലയാളമാണെന്ന് തൽക്കാലം കൂടെ വിചാരിക്കുക. എത്ര ഭാഗം എടുക്കണം അല്ലെങ്കിൽ എത്ര ഡിഗ്രി എടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? 360 ആകെയുള്ള ഡിഗ്രി. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3ൽ 5 പോയില്ല. 36ൽ എത്ര തവണ പോവും? ഒരു 5 6 എടുത്തു കഴിഞ്ഞാൽ മതിയാവും. 7 തവണ പോകുമല്ലോ. 7 5 35 ഒന്ന് ബാലൻസ് 0. 10ൽ 2 തവണ പോവും. 5 2 10. അപ്പൊ ആൻസർ ഇവിടെ കിട്ടി 72 ഡിഗ്രി കിട്ടണം. അതായത് ഒരു ഭാഗം 72 ഡിഗ്രി ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് നമ്മൾ സർക്കിൾ വരക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ നമ്മൾ വരക്കുന്നു. ഓക്കെ ആണല്ലോ. അതിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു സെന്റർ മാർക്ക് ചെയ്യുന്നു. ആ സെന്റർ നമ്മൾ ഒരു റേഡിയസ് വരക്കുന്നു. കൃത്യമായിട്ട് ഒരു റേഡിയസ് നമ്മൾ വരക്കുന്നു. പ്രൊട്രാക്ടർ എടുക്കുന്നു. നമ്മുടെ പ്രൊട്രാക്ടറിന്റെ സെന്റർ റേഡിയസിന്റെ സെന്ററിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സർക്കിളിന്റെ സെന്ററിലേക്ക് ചേർത്ത് വെക്കുന്നു. നിങ്ങൾ വെക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കിട്ടും. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതായത് നമ്മൾ അളന്നെഴുതുമ്പോൾ എപ്പോഴും അളക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഏത് പൂജ്യമാണ് നമ്മൾ എടുക്കുക? ഈ ഭാഗത്തുള്ള 0 എടുത്തിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം ഈ ഭാഗത്താണ് വരയുള്ളത്. ഏത് ഭാഗത്താണോ വരയുള്ളത് ആ ഭാഗത്തുള്ള 0 മുതൽ മാത്രമേ നമ്മൾ അളന്നെഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ 6 ബിയിൽ ഞാൻ എക്സാം നടത്തിയപ്പോൾ 160 ഡിഗ്രി വരക്കാൻ പറഞ്ഞപ്പോൾ പലരും ഇവിടെ ഒരു 160 കണ്ടു. എല്ലാവരും അവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചു വെച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. 90 ഡിഗ്രി അല്ലേ ഈ ഒരു ആംഗിള്. അപ്പൊ 160 എന്ന് പറയുമ്പോൾ എന്തായാലും അതിൽ കൂടണ്ടേ? അവർ തെറ്റിച്ചിട്ടുണ്ട്. അതിനുള്ള സമ്മാനം ഞാൻ നാളെ കൊടുക്കാം, തിങ്കളാഴ്ച കൊടുക്കാം. പിന്നെ പലരും 160 ഡിഗ്രി ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രി പറഞ്ഞാൽ എന്താണ്? 0 മുതൽ എണ്ണണം. ഈ ഭാഗത്തുള്ള 0 ആണ് എടുക്കേണ്ടത്. 0 10 20 30 40 ഇങ്ങനെ വന്ന് ഇവിടെയാണ് 160. അപ്പൊ ഇങ്ങനെ വരക്കുമ്പോഴാണ് ആ 160 ഡിഗ്രി കണക്കായിട്ട് വരുന്നത്. ആ പോട്ടെ, അതിന്റെ അപ്പനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കുക. നമ്മുടെ ചോദ്യം 72 ഡിഗ്രി എടുക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. 0 10 20 30 40 50 60 70 70 രണ്ട് ചെറിയ വരിയും ചേർന്ന് കഴിഞ്ഞാല് 72 ഡിഗ്രി ആയിട്ട് മാറും. അപ്പൊ നമുക്ക് 72 ഡിഗ്രി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന സെറ്റ് സ്ക്വയറിനെ പ്രൊട്രാക്ടറിനെ മാറ്റി വെക്കുക. 72 ഡിഗ്രി നമ്മൾ കൃത്യമായിട്ട് വരക്കുക. അപ്പൊ അടുത്തൊരു റേഡിയസ് കിട്ടും. ഞാൻ എന്റെ സ്റ്റൈലസ് ഉപയോഗിച്ച് ചെയ്യുന്നത് അത്ര ക്ലിയർ ആവില്ല. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വരക്കാൻ പറ്റും. ഇനി അടുത്ത എന്താണ്? അടുത്ത 72 ഡിഗ്രി എങ്ങനെ എടുക്കുക? വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് പുതിയ റേഡിയസിൽ കൊണ്ടുവയ്ക്കണം അല്ലെ? അടുത്ത പുതിയ റേഡിയസിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കണം, ചെരിച്ചു വയ്ക്കണം. എന്നിട്ട് നമ്മുടെ 0 കണക്കാക്കി സെന്റർ ഒക്കെ വെക്കണം, സെറ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മൾ എത്ര അടക്കണം? 72 അടക്കണം അല്ലെ? 0 10 20 30 40 50 60 70 പിന്നെ ചെറിയ 2 വരെയും. ഇവിടെ 72 ഡിഗ്രി നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യണം.
നമ്മൾ വീണ്ടും പ്രൊട്രാക്ടർ മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഭാഗം ഇങ്ങനെ വരക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അടുത്ത 72 ഡിഗ്രി മാർക്ക് ചെയ്യണം. വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുന്നു, അതിനെ ഇങ്ങനെ ചെരിച്ചു വെക്കുന്നു. എന്നിട്ടോ വീണ്ടും 0 കണക്കാക്കി വെക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ എത്ര മാർക്ക് ചെയ്യണം, 72 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യണം. 0, 10, 20, 30, 40, 50, 60, 70 പിന്നെ ചെറിയ 2 വരി ഇത് ഇവിടെ വരും ഏകദേശം അല്ലെ. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് ഇവിടുത്തെ 5 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അടുത്ത 72 ഡിഗ്രി എടുക്കും ഏകദേശം ഇവിടെ വരും. ഞാൻ വരക്കുന്നില്ല, നിങ്ങൾ വരക്കുമ്പോൾ കൃത്യമായിട്ട് വരക്കുക. എത്ര ഭാഗങ്ങൾ കിട്ടി നമുക്ക്? 1, 2, 3, 4, 5 ഭാഗങ്ങൾ കിട്ടി. അപ്പൊ സർക്കിളിനെ നമ്മൾ 5 ഭാഗങ്ങളാക്കി. അതിൽ 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞത്. അത് നമുക്ക് ഇഷ്ടമുള്ള 2 ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഞാനിത് ഈ ഭാഗം ഷെയ്ഡ് ചെയ്യാണ്, ഈ ഭാഗം ഷെയ്ഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും ഷെയ്ഡ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇത്ര എളുപ്പമാണ്. ആകെ വരക്ക് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നമുക്ക് 5 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തുള്ള എല്ലാ ചോദ്യങ്ങളും വരിക. പിന്നെ ചിലപ്പോൾ 5 ഭാഗങ്ങളല്ല 12 ഭാഗങ്ങളാ ചോദിച്ചെങ്കിൽ എന്താ ചെയ്യാം? ഇങ്ങനെ ആ ഒരു ചോദ്യം വന്നതെന്ന് വിചാരിക്കാം. അടുത്ത ചോദ്യം വന്നത്, രണ്ടാമത്തെ ചോദ്യം വന്നത് 5/12 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, സർക്കിളിനെ 12 ഭാഗങ്ങളാക്കി മാറ്റണം. 12 ഈക്വൽ പാർട്ട് ആക്കി മാറ്റണം. അപ്പൊ 12 ഈക്വൽ പാർട്ട് ആക്കണമെങ്കിൽ എത്ര ആംഗിൾ എടുക്കണം, എത്ര ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യണം, അങ്ങനെ കണ്ടുപിടിക്കുക. 360യെ 12 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 12 ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര ഭാഗങ്ങളാക്കേണ്ടി വരും? നിങ്ങൾ നോക്കി, 3 പോവില്ല. 36 എത്ര തവണ? 3 തവണ അല്ലെ. 3, 2, 6, 1, 3, 3, 0, 0. അടുത്ത വീഡിയോ താഴെ ഇട്ട് ഒറ്റ കുക്കുമ്പോൾ സങ്കടം മുകളിലിടുക. എത്ര ഡിഗ്രിയാണ് കിട്ടിയേ? 30 ഡിഗ്രിയാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ നേരത്തെ 72 ഡിഗ്രി എടുത്തതിന് പകരം ഇനി 30 ഡിഗ്രി എടുത്തിട്ട് സർക്കിൾ വരച്ചിട്ട് ഭാഗങ്ങളാക്കി. ഈ ചോദ്യം ടെക്സ്റ്റ് ബുക്കിലിട്ട് അത് കൃത്യമായിട്ട് ചെയ്തോണം. അപ്പൊ ഇത് നമ്മളൊരു ടേബിൾ പോലെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ 2 ഭാഗങ്ങളാക്കാൻ പറഞ്ഞതെങ്കിൽ 360നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര ഡിഗ്രി കിട്ടുക? 150 ഡിഗ്രി എടുത്തിട്ട് ഭാഗങ്ങളാക്കണം അല്ലേ. ഇനി 3 ഭാഗങ്ങളാക്കാൻ പറഞ്ഞെങ്കിലോ 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര ഡിഗ്രി കിട്ടുക? നിങ്ങൾ ചെയ്ത് നോക്കിയേ. സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് തന്നെ പഠിക്കണം. ഞാൻ എഴുതി തരുന്ന നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണ്ട. 360നെ 3 കൊണ്ട് ഹരിച്ചത് നിങ്ങൾക്കറിയാം. 3 ഒരു തവണ പോവും, 3, 0, 6ലും പോവും, 2, 6 തന്നെ കിട്ടും, പിന്നെ 0. നിങ്ങൾക്ക് അറിയാം ഏകദേശം എത്ര വരുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. 120 ഡിഗ്രി എടുക്കണം. ഇനിയോ 4 ഭാഗങ്ങളാക്കാനാണെങ്കിലോ 360നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പൊ 90 ഡിഗ്രി കിട്ടും. പിന്നെയോ 5 ഭാഗങ്ങളാക്കണമെങ്കിൽ 360നെ 5 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടി 5 ഭാഗങ്ങളാക്കിയപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 72 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 72 ഡിഗ്രി കിട്ടും. പിന്നെയോ 6 ഭാഗങ്ങളാക്കണമെങ്കിൽ 360നെ 6 കൊണ്ട് ഹരിക്കണം. അപ്പൊ എത്ര ഡിഗ്രി കിട്ടും? 6, 6 36, 60 ഡിഗ്രി കിട്ടും. പിന്നെയോ 8 ഭാഗങ്ങൾ ചോദിക്കാം. 8 ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 360ന് എത്ര കൊണ്ട് ഹരിക്കണം? 8 കൊണ്ട് ഹരിക്കണം. 360ന് 8 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? നിങ്ങൾ ഹരിച്ചു നോക്കിയേ. 360 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് നോക്കി. 36 എത്ര തവണ? 8 4 തവണ അല്ലേ? 8 4 32 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 40 5 തവണ പോകും. അപ്പൊ 45 ഡിഗ്രി കിട്ടും അല്ലെ. 45 ഡിഗ്രി എടുക്കേണ്ടി വരും. 9 ഭാഗങ്ങളാക്കാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 9 4 36 അല്ലേ. 9 ഭാഗങ്ങളാക്കാൻ എങ്ങനെയാ? 360 ഹരിക്കണം 9 എത്ര ഡിഗ്രി കിട്ടും? 40 ഡിഗ്രി കിട്ടും. പിന്നെയോ 10 ഭാഗങ്ങളാക്കാൻ ചോദിക്കും. 10 ഭാഗങ്ങളാക്കാൻ ചോദിച്ചാലും 360നെ 10 കൊണ്ട് ഹരിക്കുക. അപ്പൊ 36 ഡിഗ്രി എടുക്കേണ്ടി വരും. ഇനി 12 ഭാഗങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. 12 ഭാഗങ്ങൾ ഇനി എഴുതാൻ സ്ഥലമില്ല, തൽക്കാലം ഇവിടെ കൊള്ളിക്കുക. 12 ഭാഗങ്ങളാണെങ്കിലോ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്, വീണ്ടും വീണ്ടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 12 ഭാഗങ്ങളാണെങ്കിൽ എന്താ ചെയ്യാം? 12 ഭാഗങ്ങളാണെങ്കിലോ 360നെ 12 കൊണ്ട് ഹരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടുക? 30 ഡിഗ്രി കിട്ടും. പിന്നെയോ 24 ഭാഗമാണെങ്കിലോ 24 ഭാഗമാണെങ്കിലോ 360നെ 24 കൊണ്ട് ഹരിക്കണം. അപ്പൊ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 30 ഡിഗ്രി അല്ലേ. അപ്പൊ 24 കൊണ്ട് ഹരിക്കുമ്പോഴോ 15 ഡിഗ്രി എടുത്തിട്ട്
24 ഭാഗങ്ങളാക്കേണ്ടി വരും. അപ്പൊ ഇത് അവിടെ എഴുതി വെക്കും, ഒരു ടേബിൾ പോലെ അവിടെ എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് അങ്ങനെ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ എല്ലാം നമുക്ക് വേറെ വഴിയൊന്നുമില്ല, കൃത്യമായിട്ട് പഠിക്കുക. ഏത് വേണമെങ്കിലും ചോദിക്കാം. പലപ്പോഴും ചോദിച്ച് കാണാറുള്ളത്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ പറയുന്ന 6 ഭാഗങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 8 ഭാഗങ്ങളാക്കുന്നതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ 3 ഭാഗങ്ങൾ 120 ഡിഗ്രി എടുത്തിട്ടുള്ള 3 ഭാഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുക, ചെയ്യുന്നതിനനുസരിച്ചിട്ട് പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു ഭാഗം നമ്മുടെ വൃത്തത്തിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ കുറച്ചു കുട്ടികൾ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞൊരു ഭാഗമാണ്, ഓൾറെഡി ആംഗിൾ തന്നിട്ട് അതിനെ ഫ്രാക്ഷനിലോട്ടേക്ക് മാറ്റാനുള്ള ഒരു ചോദ്യമാണ് പലരും നമ്മളൊരു ബുദ്ധിമുട്ട് പറഞ്ഞത്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ അറിയണം. ഒന്ന്, എങ്ങനെയാണ് ലീസ്റ്റ് ഫോം കണ്ടുപിടിക്കുന്നതെന്ന് അറിയണം. 2, എന്താണ് ഈക്വൽ ഫ്രാക്ഷൻ എന്നാണ് അറിയണം. ഈക്വൽ ഫ്രാക്ഷൻ. ഇത് രണ്ടും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാഗം കുറച്ച് എളുപ്പമായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ആ ഭാഗം ടഫായിട്ട് വരും. നിങ്ങൾക്ക് ചോദ്യം ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ടാവും, അതിലെങ്ങനെ 54 ഡിഗ്രി യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യെലോന്റെയും അതേപോലെ തന്നെ ഗ്രീനിന്റെയും പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ, രണ്ടിൽ ഏത് വേണമെങ്കിൽ ചോദിക്കുക, രണ്ടും സെയിം മീനിങ് ആണ്. പാർട്ട് എഴുതാൻ പറഞ്ഞാലും ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് നമ്മുടെ P/Q ഫോർമാറ്റിൽ മുകളിലും താഴെയും ഒരാൾ, അതായത് ഫ്രാക്ഷണൽ നമ്പറിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് പഠിക്കാം, എന്താണ് ലീസ്റ്റ് ഫോം എന്ന് പഠിക്കാം. LF ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, ലീസ്റ്റ് ഫോം. ഓക്കെ, ലീസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ ഏറ്റവും ചുരുക്കി എഴുതുന്ന രീതിയാണ് ലീസ്റ്റ് ഫോം എന്ന് പറയാം. ലീസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ ഒരു ഫ്രാക്ഷണൽ നമ്പർ, എന്താ ഫ്രാക്ഷണൽ നമ്പർ, എന്താണ് ഫ്രാക്ഷണൽ നമ്പർ? ഫ്രാക്ഷണൽ നമ്പർ എന്ന് പറയുന്നത് എനി നമ്പർ ദാറ്റ് ക്യാൻ ബി റൈറ്റ് ഇൻ ദ P/Q ഫോർമാറ്റ്, മുകളിലും താഴെയും P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന നമ്പറാണ് ഫ്രാക്ഷണൽ നമ്പർ. അതിൽ P-നെ നമ്മൾ ന്യൂമറേറ്റർ എന്നും Q-നെ ഡിനോമിനേറ്റർ എന്നും വിളിക്കും. ഇത് താഴെയല്ലേ, താഴെ നമുക്ക് ഡൗൺ എന്നല്ലേ പറയാ, ഡൗൺ. അപ്പൊ ഡൗൺ വന്നാൽ ഡിനോമിനേറ്റർ, താഴെയാണെങ്കിൽ ഡിനോമിനേറ്റർ, താഴെയാണെങ്കിൽ ഡിനോമിനേറ്റർ, ഡൗൺ ഡിനോ അങ്ങനെ പഠിച്ചാൽ മതി. മുകളിലുള്ള ആള് ന്യൂമറേറ്ററും. ഇത് പല കുട്ടികൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു, ഇതൊക്കെ അറിയേണ്ടതാട്ടോ. 5ാം ക്ലാസ്സിൽ ഇതൊക്കെ പഠിപ്പിച്ചു തരണ്ടേ, നിങ്ങൾ അവരാ ടീച്ചറെ വിളിച്ച് ചോദിക്കണം 5ാം ക്ലാസ്സിൽ എന്തുകൊണ്ട് ഇത് പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നുള്ളത്. ഇതൊക്കെ ബേസ് ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അറിയില്ലെങ്കിൽ പിന്നെ 5ൽ നിങ്ങൾ എന്ത് മേസാ പഠിച്ചതെന്ന് എനിക്ക് അറിയില്ല. പോട്ടെ, പഠിക്കുക, ഇനി പഠിക്കുക. നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇനി നിങ്ങൾ പഠിച്ചോളാം. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അറിയണം. അപ്പൊ ഒരു ഫ്രാക്ഷൻ എഴുതുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങോട്ട് പഠിച്ചാൽ മാത്സ് എളുപ്പമായിട്ട് ഇങ്ങോട്ട് വരും. ഇപ്പോ 20/100 20/100 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ട്. 20/100 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഈ ഫ്രാക്ഷന്റെ ലീസ്റ്റ് ഫോം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അതായത് ഏറ്റവും ചുരുക്കി എഴുതണം, അതാണ് മലയാളത്തിൽ ചുരുക്കി എഴുതുക. അതായത് ഏറ്റവും ചുരുങ്ങിയ രൂപം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഉദാഹരണത്തിന് 20/100ന്റെ ലീസ്റ്റ് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാൻ പറഞ്ഞു, ലീസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ, ന്യൂമറേറ്ററിനെ ഏത് നമ്പർ കൊണ്ടാണോ ഹരിക്കുന്നത് അതേ നമ്പറിനെ തന്നെ ഡിനോമിനേറ്ററും കൊണ്ട് ഹരിക്കണം. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരമ്മ പെറ്റ മക്കളല്ലേ. അപ്പൊ ഒരാൾക്ക് ഒരു മുട്ടായി കൊടുക്കുമ്പോൾ അടുത്താൾക്ക് മുട്ടായി കൊടുക്കണ്ടേ? അപ്പൊ ന്യൂമറേറ്ററിന് നിങ്ങൾ എന്തെല്ലാം ഓപ്പറേഷൻസ് ചെയ്യുന്നു, ഓപ്പറേഷൻ പറഞ്ഞാൽ കീറി മുറിക്കലല്ല, നമുക്ക് 4 ഓപ്പറേഷൻസ് ആണല്ലേ. എന്തൊക്കെയാ? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. നിങ്ങൾ ന്യൂമറേറ്ററിനെ എന്തെല്ലാം ഓപ്പറേഷൻസ് ചെയ്യുന്നു അതേ ഓപ്പറേഷൻസ് ഡിനോമിനേറ്ററിനെയും ചെയ്യണം. നിങ്ങൾ ന്യൂമറേറ്ററിനെ എന്തെങ്കിലും ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഹരിച്ചാൽ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ഹരിക്കണം. ന്യൂമറേറ്ററിനെ 5 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ഡിനോമിനേറ്ററിനെ 5 കൊണ്ട് ഹരിക്കണം. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഗുണിക്കണം. അതുകൊണ്ട് മാറിയിട്ട് ചെയ്യാൻ പാടില്ല. ഒരേ ഓപ്പറേഷൻസ് മാത്രമേ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ലീസ്റ്റ് ഫോം എങ്ങനെ കണ്ടുപിടിക്കും? ലീസ്റ്റ് ഫോം കണ്ടുപിടിക്കൽ എപ്പോഴും മനസ്സിലാക്കിക്കോളുക, ഹരണമാണ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരികയല്ലേ. അപ്പൊ ഒരു സംഖ്യ ഹരിക്കുമ്പോൾ മാത്രമേ അത് കുറഞ്ഞു വരുള്ളൂ. ഗുണിക്കുമ്പോൾ എന്താ കൂടി വരില്ലേ. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ അറിയില്ലേ,
2, 4, 6, 8, 10 ഇങ്ങനെ കൂടിപ്പോവല്ലേ. ഹരിക്കുമ്പോൾ മാത്രമാണ് കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്ക് കുറക്കുകയല്ലേ ചെയ്യേണ്ടത്. അത്രയും ആലോചിച്ചോളുക. ഇത് നമ്മൾ ഏത് സംഖ്യ കൊണ്ടാ കുറക്കുക അല്ലെങ്കിൽ ഹരിക്കുക എന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, 20 ഉണ്ട്, 100 ഉണ്ട്. രണ്ട് നമ്പറിന്റെ അവസാനം 0 ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവയെ 10 കൊണ്ട് ഹരിക്കാം. എളുപ്പമാണ്. 20നെ 10 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ എത്ര ഉത്തരം കിട്ടുക? 2 കിട്ടുക. 100നെ 10 കൊണ്ട് ഹരിച്ചാലോ 10 കിട്ടുക. അതെങ്ങനെ കിട്ടി എന്നൊരു എൻ്റെ അടുത്ത് ചോദിക്കരുത്. അത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സോൾവ് വെക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 20നെ 10 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ ഒരു 0 പോവും, ഇവിടെ 2 ആൻസർ കിട്ടും. 100നെ ആണെങ്കിലോ 100നെ ചെയ്ത് കഴിഞ്ഞാൽ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10. കാരണം 20നെ 10 കൊണ്ട് ഗുണിച്ചാലല്ലേ, 2നെ 10 കൊണ്ട് ഗുണിച്ചാലല്ലേ 20. അതേപോലെ 10നെ 10 കൊണ്ട് ഗുണിച്ചാലല്ലേ 100. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താ ഇവിടെ നോക്ക്, 2/10 ചുരുങ്ങിയില്ലേ. 20/100 എന്നുള്ളത് 2/10 മാറി. പോരാ, ഇനിയും ചുരുക്കാൻ പറ്റും. കാരണം മുകളിലത്തെ നമ്പർ നിങ്ങൾ നോക്കിയേ, ഇതൊരു ഈവൺ നമ്പർ ആണ്, 2 ഒരു ഈവൺ നമ്പർ ആണ്, 10 ഒരു ഈവൺ നമ്പർ ആണ്, 2ഉം 10ഉം ഈവൺ നമ്പർ ആണ്. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈവൺ നമ്പർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ 2 ഉപയോഗിച്ച് തന്നെ ഹരിക്കാം. ഇപ്പൊ 2നെ ഞാൻ 2 ഉപയോഗിച്ചാണ് ഹരിക്കുന്നത്. 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ? 1. 10നെ 2 കൊണ്ട് ഹരിക്കണ്ടേ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഒരേ ഓപ്പറേഷൻ ചെയ്യണം. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 1/5. അപ്പൊ 20/100ന്റെ ലീസ്റ്റ് ഫോം ആണ് LF, ലീസ്റ്റ് ഫോം ആണ് 1/5. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുകളിലും താഴെയുള്ള മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾസും ഫാക്ടേഴ്സും ഇപ്പൊ ഇത്ര പഠിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും പറയാത്തത്. എങ്കിലും മനസ്സിലാക്കി വെക്കുക, മുകളിലും താഴെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ സംഖ്യ ഉപയോഗിച്ചിട്ട് ഹരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. അടുത്ത രണ്ടാമത്തത് 36 ഹരിക്കണം 360 ആണ്. 36 ഹരിക്കണം 360 അല്ലെങ്കിൽ 36/360. ഇതിന്റെ ലീസ്റ്റ് ഫോം എന്താണ് എന്ന് ചോദിക്കും. ഇതിന്റെ ലീസ്റ്റ് ഫോം എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്കറിയാം 36ഉം 360ഉം പല രീതിയിൽ ചെയ്യാം. നിങ്ങൾ എളുപ്പം മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ 2 വെച്ച് ഹരിച്ചു പോയാൽ മതി. കാരണം 36 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്, 360 എന്ന് പറയുന്നതും ഈവൺ നമ്പർ ആണ്. ഈ 2 ഈവൺ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 കൊണ്ട് ഹരിക്കാം. 36നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 18 ആണ് കിട്ടുക. 18 അല്ലേ, ഡിവൈഡഡ് ബൈ 360 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 180 ആണ് കിട്ടുക അല്ലേ. ഇപ്പോൾ നോക്കിയേ, ഇവിടെയുള്ള ന്യൂമറേറ്ററും ഈവൺ നമ്പർ ആണ്, ഡിനോമിനേറ്ററും ഈവൺ നമ്പർ ആണ്. നമുക്ക് വീണ്ടും ഹരിക്കാലോ. 18ന് 2 കൊണ്ട് ഹരിച്ചാൽ 2 കൊണ്ട് ഹരിക്കുക വെച്ചാൽ പകുതി ആക്കലാണ്. അതറിയാത്തവരില്ലല്ലോ. 2 കൊണ്ട് ഹരിക്കുക വെച്ചാൽ പകുതി ആക്കുക എന്നർത്ഥം. 18ന് 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 9 ആണ്. 180ന് 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 90 ആണ്. ഇനിയും ചെറുതാക്കാൻ പറ്റും. ഇനി എങ്ങനെ ചെറുതാക്കാൻ പറ്റുക? നിങ്ങൾ നോക്കിയേ, 2 കൊണ്ട് ഇനി ഹരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? 9 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്, 90 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഈ 90 ഈവൺ നമ്പർ അല്ലേ, അപ്പൊ 2 കൊണ്ട് ഹരിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ഹരിച്ചാൽ ആർക്ക് സങ്കടാവും? 9ന് സങ്കടാവും. കാരണം 9 ഓഡ് നമ്പർ ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് 2 കൊണ്ട് ഡിനോമിനേറ്ററിനെ ഹരിക്കാം, പക്ഷെ ന്യൂമറേറ്ററിനെ ഹരിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് 2 എടുക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത നമ്പർ 2 പറ്റത്തില്ലല്ലോ, അടുത്ത 3 എടുത്ത് നോക്കാം. 3 എടുത്ത് നോക്ക്. 90നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 9നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അതെങ്ങനെ പറ്റും? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം, എന്നാലേ പറ്റുള്ളൂ. അത് പഠിക്കാത്തവർ വരണ്ട, പഠിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ 3ാം ക്ലാസ് വരെ ചൊല്ലി പഠിപ്പിക്കണില്ലേ, അങ്ങനെ പഠിച്ചു വരണം. അപ്പൊ 9നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ മക്കളെ? 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. 90നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 30. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? 3/30 കിട്ടി. 3/30. ഇനിയും ചുരുക്കാൻ പറ്റും. ഇനിയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? നോക്കിയേ, 3നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 1.
30നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 10. അപ്പൊ ആൻസർ എത്ര കിട്ടി? 1/10 കിട്ടി. അപ്പോ 36/360ന്റെ ലീസ്റ്റ് ഫോം ആണ് 1/10. ഇത് എളുപ്പം കിട്ടും. പഠിക്കണ ഒരു കുട്ടി അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാൻ എളുപ്പം കിട്ടും. എങ്ങനെ കിട്ടുക? ഈ 36നെ 36 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 36നെ 36 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 1 അല്ലേ? അതേപോലെ തന്നെ അതേ 36 കൊണ്ട് 360 360നെ 36 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 10. 1/10 എന്ന് പറഞ്ഞ ആൻസർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് ഈ ആൻസർ കിട്ടും. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളോടാണ് ഞാൻ പറഞ്ഞത് ഈ സ്റ്റെപ്പ് ഒന്ന് ഇവിടെ വരിക, പിന്നെ ഇവിടെ വരിക, പിന്നെ ഇവിടെ വരിക, അതിനുശേഷം ഇവിടെ വരിക, എന്നിട്ട് ലാസ്റ്റ് ഈ ഉത്തരം കണ്ടുപിടിക്കുക. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ മതി. ഇതാണ് ഹരണത്തിന്റെ രീതി. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇതൊക്കെ ലീസ്റ്റ് ഫോം കാണുന്ന രീതിയാട്ടോ. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ച ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. 24/360. ഇതെങ്ങനെയാ ചെയ്യാം? 24/360 എങ്ങനെയാണ് ചെയ്യാം നോക്കുക. രണ്ട് ഈവൺ നമ്പർ ആണോ നോക്കുക. 360 ഈവൺ നമ്പർ ആണ്, 24 ഈവൺ നമ്പർ ആണ്. അപ്പൊ നിങ്ങൾക്ക് 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയേ, മുകളിലും താഴെ 2 കൊണ്ട് നിങ്ങൾ ഹരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഉത്തരം വരിക? 24 2 കൊണ്ട് ഹരിച്ചാൽ 12. 360നെ 2 കൊണ്ട് ഹരിച്ചാൽ 180. ക്ലിയർ ആണല്ലോ? ഇത് 2 കൊണ്ട് ഹരിച്ചാലാണേ. ഇനിയും നോക്കുക, നിങ്ങള് 12 ഈവൺ നമ്പർ ആണ്, 180 ഈവൺ നമ്പർ ആണ്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഹരണം തുടങ്ങേണ്ടി വരും. അപ്പൊ എന്താ ചെയ്യുക? വീണ്ടും നമുക്ക് ഈവൺ നമ്പർ ആയതുകൊണ്ട് വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം? ഇവിടെയും 2 കൊണ്ട് ഹരിക്കുക, ഇവിടെയും 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്താ ആൻസർ വരിക? നിങ്ങൾ നോക്കി, 12നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 6. 180നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുക? 90. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി ഇത് കഴിഞ്ഞോ? ഇനിയും ചെയ്യാൻ പറ്റുമല്ലേ? ഇവിടെ മാറ്റി എഴുതാം. ഇവിടെ മാറ്റി എഴുതാം 6/90. ഇനിയും നോക്കുക, 6 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണ്, 90 എന്ന് പറയുന്നതും ഈവൺ നമ്പർ ആണ്. അപ്പൊ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. വീണ്ടും 2 കൊണ്ട് ഹരിക്കുക, /2. എന്താ ആൻസർ കിട്ടുക? 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3, 90നെ 2 കൊണ്ട് ഹരിച്ചാൽ 45. ഇനി നിങ്ങൾ നോക്കിയേ, അടുത്ത് നോക്കാലോ. 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്, 45 എന്ന് പറയുന്നതും ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ വന്നാൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? 3 എടുത്ത് നോക്കണം. 3നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും, കാരണം 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ 3 ഉണ്ട്. 45നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും, കാരണം 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഹരിക്കണം 3. എന്തുകൊണ്ടാണ് 3 എടുത്തത് മനസ്സിലായല്ലോ? ഇത് രണ്ടും ഓഡ് നമ്പേഴ്സ് ആണ്. നോക്കാലോ, 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 45നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാ കിട്ടുക? 13 പോരല്ലോ, 45 വേണ്ടേ. അപ്പൊ 15 വരും അല്ലെ? 15 15 വരും, 15 വരും. 15നെ 3 കൊണ്ട് ഗുണിച്ചാൽ 45. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 1/15. ശ്രദ്ധിക്കാം, ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ 1 വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ന്യൂമറേറ്ററിലാണ് വരിക. ന്യൂമറേറ്ററിൽ 1 വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലീസ്റ്റ് ഫോം ആക്കണത് നിർത്താം. ക്ലിയർ ആണല്ലോ? 1 വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്താം. 1 തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലേക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഹരിക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹരണം സ്റ്റോപ്പ് ചെയ്യാം. ഇത് ചെയ്ത് പ്രാക്ടീസ് ആവണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഒപ്പം ഇങ്ങനെ പഠിക്കുന്ന വേറൊരു കാര്യമാണ് ഈക്വൽ ഫ്രാക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈക്വൽ ഫ്രാക്ഷൻ. അത് എളുപ്പമാണ്. ഈക്വൽ ഫ്രാക്ഷൻ വളരെ എളുപ്പമാണ്. ഈക്വൽ ഫ്രാക്ഷൻ കാണാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? ഉദാഹരണത്തിന് വേഗം ചെയ്ത് പഠിപ്പിച്ചു തരാം. ഇപ്പൊ 2/5ന്റെ ഈക്വൽ ഫ്രാക്ഷൻ എന്താണ്? എനിക്ക് തോന്നുകയാണ് 2നെ 2 കൊണ്ട് ഗുണിക്കാം എന്ന് തോന്നിയാൽ ന്യൂമറേറ്ററിൽ 2 കൊണ്ട് ഗുണിക്കുക, ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് ഗുണിക്കുക. ഉത്തരം എത്ര കിട്ടുക? 2 × 2 4, 5 × 2 10. അപ്പൊ ഒരു ഉത്തരം കിട്ടി 4/10. അപ്പൊ 2/5ന്റെ ഈക്വൽ ഫ്രാക്ഷൻ ആണ് 4/10. എളുപ്പമല്ല. ഇഷ്ടമുള്ള ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. ഇന്ന നമ്പർ കൊണ്ട് ഗുണിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. വേറെ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം 5/20.
5/20 ഈക്വൽ ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് ഗുണിക്കണം. എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് 4 കൊണ്ട് ഗുണിക്കണം. 4 കൊണ്ട് ഗുണിക്കാം × 4. പക്ഷെ രണ്ടാക്കം കൊടുക്കണേ, മറന്നു പോരാ. 5 × 4 20, 20 × 4 80. അപ്പൊ ഉത്തരം കിട്ടി 20/80. അതാണ് ഈക്വൽ ഫ്രാക്ഷൻ. ഈക്വൽ ഫ്രാക്ഷൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഗുണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ ഒരു ചോദ്യം എടുക്കാം. 3/9 രണ്ട് ഈവൻ നമ്പർ ആണല്ലോ, സോറി ഓഡ് നമ്പർ ആണല്ലോ. ഇതിന്റെ ഒരു ഈക്വൽ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് ഗുണിക്കാം. എനിക്ക് തോന്നുകയാണ് 6 കൊണ്ട് ഗുണിക്കണം. × 6 ന്യൂമറേറ്ററിനെയും ഗുണിക്കണം ഡിനോമിനേറ്ററിനെയും ഗുണിക്കണം. 3 × 6 6 3 18, പിന്നെ 9 6 54. അപ്പൊ 18/54. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഗുണനം കൊണ്ടുപോകാം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? ന്യൂമറേറ്ററിനെയും ഗുണിക്കണം ഡിനോമിനേറ്ററിനെയും ഗുണിക്കണം. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ബേസ് ആണ്. ഇതിന്റെ മേലെയാണ് നമ്മൾ ഇത് ഫ്രാക്ഷണൽ ഓപ്പറേഷൻസ് മുഴുവൻ ചെയ്യുന്നത്. അപ്പൊ ഫ്രാക്ഷൻ തറവായിരിക്കണം. ന്യൂമറേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ എന്താണ്, എന്താണ് ലീസ്റ്റ് ഫോം, എന്താണ് ഈക്വൽ ഫ്രാക്ഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ടൈം കുറച്ച് അധികമായെന്ന് തോന്നുന്നു. ഇത് കൃത്യമായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസിനെ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിട്ട് മാത്രം തിങ്കളാഴ്ച വരിക. ഓക്കെ. അപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് കാണണമെന്നില്ല. ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ ചോദിച്ചിട്ട് പഠിച്ചിട്ട് മാത്രം വരിക. അപ്പോൾ ഓക്കെ, ശരി, താങ്ക് യു.